ഈ ഓണത്തിന് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേയൊക്കെ മെമ്മറീസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഇത്തവണ ഓണത്തിൽ ഇത്രയോ കൊല്ലത്തെ ഓണത്തിനോടൊക്കെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞങ്ങളിങ്ങ് ഓണമൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഈ നീലൂർ സിറ്റിയിൽ അവരുടെ ആ നാട്ടുകൂട്ടം ഓണം സെലിബ്രേഷൻ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ സെലിബ്രേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെന്നപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഗേൾസിൻ്റെ വടംവലിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് ആ വടംവലിയൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ തിരിച്ച് കുറുമണി വന്നു കഴിഞ്ഞപ്പം അവിടെ ഈ കുളത്തിൻ്റെ മുകളിൽ കയറിട്ടിട്ട് അതിന് മുകളിലൂടെ തൂങ്ങുന്ന അങ്ങനെ ഒരു ഗെയിം നടക്കുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു. നമ്മൾ ആ വെള്ളത്തിൽ ആൾക്കാരിങ്ങനെ വീണു, നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ ഇവർ ജയിക്കോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും നാട്ടുകളിലേക്ക് ഇങ്ങനെ ഓരോരോ കലാപരിപാടികൾക്ക് ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കുറേ ഗെയിംസൊക്കെ കാണുന്നത്. ഇപ്പോൾ ഈ പുലികളി അങ്ങനത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഈ ഗെയിംസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഓണക്കളികളൊക്കെ ഞാൻ ആദ്യമായിട്ട്. അപ്പം ഇങ്ങനത്തെ ഓണക്കളികളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ? എങ്ങനെയാണ് അപ്പം ആ ഓണക്കളികൾ, അപ്പം എന്തൊക്കെ കളികളാണോ ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഏതൊക്കെ നാട്ടിൽ എന്തൊക്കെ തരം ഗെയിമുകളാണോ ഉള്ളതെന്ന്. നമ്മളിങ്ങനെ ഈ അണ്ണാകുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ ഇങ്ങനെ പറന്നു വരുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇപ്പോൾ അപ്പുറത്ത് എത്തുമായിരിക്കും എന്നൊക്കെ. പക്ഷേ പകുതി ആകുമ്പോഴത്തേന് ഈ കയറിൻ്റെ ആ ആട്ടം കൊണ്ടായിരിക്കും കേട്ടോ. കുറേ കഴിയുമ്പോഴത്തേക്കും തന്നെ എല്ലാവരും താഴോട്ട് വീണ് പോകുന്നുണ്ട്. ആരും തന്നെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. ഇനി ഞാൻ പോകുന്ന കഴിഞ്ഞ് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം ഞാനായിട്ട് ആരെയും കണ്ടില്ല. നമുക്ക് ഭയങ്കര ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഈ കുളത്തിലിങ്ങാനും വീണു പോകും. അപ്പോൾ മാട്ടൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതിനകത്ത് പോകാമെന്ന്. ഇനിയിപ്പോൾ അവനെ കുളത്തിൽ നിന്ന് പെറുക്കി എടുക്കാൻ പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ അവനൊന്നും ചെയ്യിച്ചൊന്നുമില്ല. പിന്നെ മാട്ടന് ചെറിയ പനികളൊക്കെ ആയിരുന്നുകൊണ്ട് ഒന്നും ചെയ്തില്ല. അപ്പം നിങ്ങളുടെ നാട്ടിലെ ഓണം എങ്ങനെയായിരുന്നു ഓണം സെലിബ്രേഷൻ? ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേരേ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.